ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നല്ല ചൂടുള്ള കാലത്ത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡിസേർട്ട് ഐറ്റത്തിനോടാണ് നമുക്ക് എല്ലാവർക്കും പ്രിയം. ഇന്ന് നമുക്ക് മാംഗോ മസ്തനി എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ മാങ്ങയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്കുള്ള മാംഗോ മസ്തിനി റെഡിയാക്കുന്നത്. പിന്നെ ഇതിലേക്ക് വനില ഐസ്ക്രീം വേണം. കുറച്ച് മിക്സ്ഡ് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ കാഷ്യൂ നട്ട്സ് ഉണ്ട്, പിസ്താഷ്യോ ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് പാല് വേണം. അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇനി നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാംഗോ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്കൂപ്പ് വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ മാംഗോ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്തായിട്ട് നന്നായിട്ട് തിക്കായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഐസ്ക്രീം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മിൽക്ക് ഷേക്ക് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്, തണുപ്പ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ഏറ്റവും താഴെ നമുക്ക് 2 സ്കൂപ്പ് വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ 2 സ്കൂപ്പ് വനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. നമ്മൾ മിൽക്ക് ഷേക്ക് ഒഴിക്കുന്ന സമയത്ത് ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് കൂടി വെക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോകും. നെക്സ്റ്റ് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സ്, പിസ്താഷ്യോ, കാഷ്യൂ നട്ട്സ്, ഇത് 3 കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ഫൈനലായിട്ട് കുറച്ച് മാംഗോ പീസസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറി കൂടി ഇരിക്കട്ടെ. അപ്പോൾ മാംഗോ മസ്തനി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസേർട്ട് ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.